ഈ അടുത്ത് ഞങ്ങൾക്ക് ഇൻഫോപാർക്കിൽ നിന്നും ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു IELTS വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് ഈ IELTS സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ യൂഷ്വലി നമുക്ക് വരുന്ന എൻക്വയറീസ്, IELTS എൻക്വയറീസ് എന്ന് പറയുന്നത് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ മൈഗ്രേഷന് പോകുന്ന ആളുകളോ ഒക്കെയാണ്. മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെല്ലാം തന്നെ ബ്രിട്ടീഷ് കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂൾസിൽ ടീച്ചിങ് ലൈസൻസിന് വേണ്ടിയിട്ട് IELTS സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. മറ്റൊന്ന്, ഇന്ത്യയിൽ തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിലും മിക്ക യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ IELTS സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിലും IELTS സർട്ടിഫിക്കറ്റ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിലെല്ലാത്തിലും പുറമെ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ റെസ്യൂമേയിൽ ഈ ഒരു IELTS സർട്ടിഫിക്കറ്റ് ആഡ് ഓൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റ്സിൽ ഇത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് ആഡ് ചെയ്താലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ജോബ് ഹയറിംഗ് നടക്കുന്നത് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം ത്രൂ ആണ്. അതിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് IELTS സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ്.